എത്ര മണിക്ക് വരണം? ബൈ. ഹാപ്പി ജേർണി. Good morning. Welcome to yet another video of mine. കിച്ചുവിനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. ഇന്ന് കുറച്ച് ഡിലേ ആയിരുന്നു കേട്ടോ ഇറങ്ങാൻ. വിസ്താര ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ലൈക്ക് എക്സാക്ട്ലി 1 hour ബിഫോർ നമ്മൾ എത്തണം. ഇൻഡിഗോ ആണെങ്കിൽ ഒരു 5-10 മിനിറ്റൊക്കെ ഡിലേ ആയാലും ഇവർ കൗണ്ടർ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് വിസ്താരയാണ്. ഞാൻ ഹൻസുവിനെ വിട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ കിച്ചു മുകളിലെല്ലാം ലാവിഷായിട്ട് സംസാരിച്ചൊക്കെ നിൽക്കുക. ഞാൻ പറഞ്ഞു കിച്ചു ഇറങ്ങി. അപ്പോൾ കൊച്ചു റംബൂട്ടാൻ കൊണ്ടുപോകാൻ പറിക്കണമായിരുന്നു. പിന്നെ ഓടിപ്പോയി അതെല്ലാം പറിച്ച് ടെറസൊക്കെ അങ്ങ് പായൽ പിടിച്ച് കിടക്കുപോയി മഴയായോണ്ട്. പിന്നെ അതിലേക്ക് പോയി വേഗം കുറച്ച് പിന്നെ പാക്ക് ചെയ്തു. ഭാഗ്യത്തിനൊന്നും വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് എത്തി. ഇന്ന് രാവിലെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കിച്ചുവിൻ്റെ എന്തെങ്കിലും സംസാരം ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇനി കാരണം കുറേ ദിവസം കിച്ചു കാണത്തില്ല എൻ്റെ വീഡിയോസിൽ. ഡൽഹി പോകുന്നു, ദെൻ ദുബായ് ആൻഡ് ദെൻ ബാക്ക് ടു ഡൽഹി എന്ന് തിരിച്ചെത്തി എനിക്കറിയത്തില്ല. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇന്ന് എൻ്റെ ലാസ്റ്റ് വീഡിയോ തൊട്ട് മുമ്പേ ആയിട്ട് വീഡിയോ ഐ വാസ് ജസ്റ്റ് എഡിറ്റിംഗ് ദറ്റ് വീഡിയോ. അപ്പോഴാണ് കിച്ചു എന്തോന്നില്ല അത് സംസാരിച്ചപ്പോൾ ഞാനതങ്ങ് റെക്കോർഡ് ചെയ്തു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കിച്ചു പറഞ്ഞ എന്താണെന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. ഐ മീൻ ഞാനത് ഉൾക്കൊണ്ടില്ല. ലൈക്ക് ഈ സെഡ് സംതിങ് എന്തെങ്കിലും ഇങ്ങനെ പറയാൻ ഞാനങ്ങ് ഷൂട്ട് ചെയ്യും. ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ലൈക്ക് യൂസ് ടോക്കിംഗ് അബൌട്ട് വൃദ്ധൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചും നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് there's a lot of sense in what he said. And ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ച് പറയുമ്പോൾ ലൈക്ക് ഈസ് എ വെരി വെരി ക്ലോസ് പേഴ്സൺ ടു മൈ ഹാർട്ട്, യു നോ. പണ്ട് ഞാൻ ഇഷാനിയൊക്കെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഞാൻ ശ്രീകുമാരൻ തമ്പി സാറ് ഡയറക്റ്റ് ചെയ്ത അക്ഷയപാത്രം എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്നെ ബുക്ക് ചെയ്യണ സമയത്ത് ആക്ച്വലി കിച്ചുവും അതിലുണ്ടായിരുന്നു. കിച്ചുവും അതിൽ ചെയ്യണം, ഞങ്ങളുടെ ഒരുമിച്ച് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ കിച്ചുവിൻ്റെ സ്ത്രീ സീരിയലൊക്കെ അങ്ങ് ഭയങ്കര ഹിറ്റായിട്ട് കത്തി നിൽക്കുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് കിച്ചുവിന് അതും ആ ഷൂട്ട്സ് എല്ലാം കൊച്ചിയായിരുന്നു. ഏതൊക്കെയോ കിച്ചുവിൻ്റെ ചില തൃശ്ശൂരായിരുന്നു ഷൂട്ട്. അപ്പോൾ കിച്ചു ഫുൾ ടൈം അവിടെ ആയിരുന്നത് കൊണ്ട് കിച്ചുവിനിപ്പോൾ ഇതിന് ഡേറ്റ്സ് ക്ലാഷ് ആകും എന്നുള്ളതിലാണ് കിച്ചു ലാസ്റ്റ് മിനിറ്റ് മാറി. അപ്പോൾ ഞാൻ പക്ഷേ എഗ്രി ചെയ്തുകൊണ്ട് ഞാനത് ചെയ്തു. എൻ്റെ കൂടെ സന്തോഷ് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ പാർട്ട്ണറായിട്ട് പിന്നെ ആ ക്യാരക്ടർ ചെയ്തത്. ഇറ്റ് വാസ് നൈസ്. നല്ല ജേർണി ആയിരുന്നു. ഒരു 1.5 വർഷത്തോളം നീണ്ടു നിന്നെന്നാണ് തോന്നുന്നത് ആ ഷൂട്ടിങ്. ബിക്കോസ് ഞാൻ എൻ്റെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇഷാനി പ്രഗ്നൻ്റ് ഒന്നും അല്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇഷാനിയെ പ്രഗ്നൻ്റ് ആയി. ഇഷാനിയെ പ്രഗ്നൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പലപ്പോഴും അതിൻ്റെ ഷൂട്ടിനൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. ഞാൻ വളരെ സിക്കായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് പോയി അത് സീരിയൽസിൽ അങ്ങനെയാണ്, കുറച്ച് ഈസിയാണ്. ഇപ്പോൾ ആർക്കെങ്കിലും വരാൻ പറ്റിയില്ലെങ്കിൽ ഞാനെല്ലാം ലീഡ് ക്യാരക്ടറൊന്നും അല്ലായിരുന്നു. സോ ലൈക്ക് എൻ്റെ ക്യാരക്ടറിന് അങ്ങോട്ട് പോയി എന്നൊക്കെ ഇടയ്ക്ക് വരുത്തി തീർത്തു. പിന്നെ ഞാനൊരു 4 മാസമൊക്കെ കഴിഞ്ഞ് എൻ്റെ വോമിറ്റിംഗ് ഒക്കെ ഒന്ന് ഓക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വരുമായിരുന്നു. പക്ഷേ അതിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഒക്കെ ഞാനൊരു പ്രഗ്നൻ്റ് ലേഡിയായിട്ടല്ല അതിൽ അഭിനയിച്ചിരുന്നത്. പക്ഷേ എൻ്റെ അത്ര കുഞ്ഞു വയറായതുകൊണ്ട് ഇഷാനിയെ പ്രസവിക്കുന്നതിന് ഒരു 3 ദിവസം മുന്നേ ഞാൻ അതിൽ അഭിനയിച്ചു. പക്ഷേ എൻ്റെ ഈ പോർഷനൊക്കെ കണ്ട എൻ്റെ ഫേസൊക്കെ വളരെ മെലിഞ്ഞാന്നിരിക്കുന്നത്. ബിക്കോസ് ഞാൻ പ്രഗ്നൻ്റ് ടൈമിൽ ഒട്ടും ഫുഡ് കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ നോർമൽ ഒരു ക്യാരക്ടറായിട്ടാണ് ആ 2 ദിവസം മുമ്പും 3 ദിവസം മുമ്പും ഒക്കെ ആക്ട് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് തരും. സാറാണ് പ്രോംപ്റ്റ് ചെയ്ത് തരണമെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ നല്ല കോൺഫിഡൻസ് ആയിരിക്കും, നല്ല ഇതായിരിക്കും. ഈ പണ്ടൊക്കെ ഇതുപോലെ നമ്മൾ ഡയലോഗ്സ് ഒക്കെ കാണാതെയൊന്നും പഠിക്കണ്ട, സൈഡിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് തരും. അത് ശ്രദ്ധിച്ചിട്ട് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. സാറിൻ്റെ സെറ്റിൽ നമ്മുടെ ഒരു ആക്ടറുണ്ട് കൈലാസ് ചേട്ടൻ, പുള്ളി നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് തരും. ഐ സ്റ്റിൽ റിമെമ്പർ സാറിൻ്റെ മോന് 1-2 ദിവസം മോനുണ്ടായിരുന്നു. ഹീസ് നോ മോർ നൗ, ഐ തിങ്ക് ഓഫ് ഹിം ഓൾസോ. ഇടയ്ക്ക് മോൻ 1-2 ദിവസം വന്നിട്ട് ഡയറക്റ്റ് ചെയ്തിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആൻഡ് നമുക്ക് പഴയ മലയാളം പാട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പാട്ടെടുത്തിട്ട് ലിറിക്സ് പോയി നോക്കിയാലും മിക്കതും തമ്പി സാറായിരിക്കും കേട്ടോ. സച്ച് എ ജീനിയസ് ആണ്.
സംസാരിക്കാനും ഒക്കെ വളരെ നല്ലൊരാളാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ എവിടെയോ ട്രാവൽ ചെയ്തപ്പോൾ സെയിം ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ കിച്ചു ഇന്ന് തമ്പി സാറിനെ കുറിച്ച് എൻ്റെ ആ വീഡിയോയിൽ സംസാരിച്ചപ്പം ഐ വാസ് ഓൾസോ ഐ ഗോട്ട് എ ചാൻസ് ടു റിമെമ്പർ ഹിം വൺസ് അഗൈൻ. സാർ ഇപ്പോൾ ട്രിവാൻഡ്രത്താണോ ചെന്നൈയിലാണോ എനിക്ക് അറിയത്തില്ല. എന്നാലും എപ്പോഴെങ്കിലും സാറിനെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം. ഈസ് എ നൈസ് പേഴ്സൺ. ഞാനിപ്പോൾ കിച്ചനെ വിട്ടിട്ട് അങ്ങോട്ട് വരണ വഴി ഇച്ചിരി ഒന്ന് ലുലുവിലൊന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട്. വാങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് മെനക്കെട്ട് ഈ ഏരിയയിൽ വരാനൊരു ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ നമ്മൾ ഈ റൂട്ടിൽ ക്രോസ് ചെയ്ത് പോകണം. അപ്പം ഞാൻ ലുലുവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ടുഡേ ഇസ് റെയിനി ഡേ. മോർണിംഗ് ഇറ്റ് റെയിൻഡ്. നൗ ഇറ്റ് ലുക്സ് പ്രിറ്റി ഗുഡ്. നമുക്ക് ലുലുവിൻ്റെ ഒരു പോകുന്ന ഈ ഒരു വ്യൂ ഒന്ന് കണ്ടാലോ? കാറിൽ നോക്കിയപ്പോൾ കിച്ചൻ്റെ കണ്ണാടി ഞാൻ വിചാരിച്ചു കണ്ണാടി എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ വിളിച്ച് കിച്ചു കണ്ണാടി വണ്ടി കിടക്കുന്ന എന്ത് ചെയ്യട്ടെ പറഞ്ഞു. വേറെ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. സ്ഥിരമാണ്. പോകാൻ നേരത്തെ ചോദിക്കും കിച്ചു അതെടുത്തോ ഇതെടുത്തോ പേഴ്സ് എടുത്തോ. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി പോയപ്പോൾ ഒരു മൊബൈൽ എടുത്തില്ല, വീട്ടിലായിരുന്നു. പിന്നെ ഞാൻ അതിന് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും അതെടുത്തോ ഇതെടുത്തോ മറ്റെടുത്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കണ്ണാടി എടുത്തോ എന്ന് രണ്ടാമത് ചോദിക്കാൻ പറ്റും. ഭാഗ്യത്തിന് ഒരു എക്സ്ട്രാ കണ്ണാടി ബാഗിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ആളും സ്ഥിരം ഇങ്ങനെ. രാവിലെ മോളിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് കുറവാണ്. നല്ല ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ഷോപ്പ്. അപ്പോൾ കമാൺ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാം. அழகான அமைதியான கிராமத்துல தான் நான் போறேன். என் பேரு Bye baby. സ്പ്രിങ്ങിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇഷ്ടമെന്ന് പറഞ്ഞാൽ വെറുതെ ഇഷ്ടമല്ല. സദാനന്ദ മാഷിന്റെ ലസാഗ് കൊടുത്ത ഒരേ
പുല്ല് വെട്ടാൻ ആരും വന്നില്ല. എന്ന് വിളിച്ചാലും മഴ മഴ എന്ന് പറയും. ഹലോ, എന്ത് ചെയ്യുവാ നീ? ഇതേതോ പൂച്ചേനെ വെളിയിൽ നിന്നൊരു വില്ലൻ പൂച്ച വന്ന് ഉപദ്രവിച്ചു. ഇതിനാണോ എന്തോ? അല്ലല്ല, വേറെ ഏതോ ഒരു പൂച്ച ഞൊണ്ടി നടക്കുന്നു എന്ന് ചുറ്റു പറഞ്ഞു. ആ ചെടിയുടെ ഒരു ഉപ്പനുണ്ട്. അമ്മ കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞുപോയി. അമ്മന് വലിയ ഇഷ്ടമായിരുന്നു ഉപ്പനെ. ഹലോ, ഇപ്പോൾ ടി വിയിൽ ന്യൂസൊന്നും വെക്കാൻ വയ്യ. എന്ത് വിഷമമുള്ള കാര്യമല്ലേ. ആ വയനാട്ടിൽ ആ ഒരു ഏരിയയിൽ ഒരു ഉരുൾപൊട്ടൽ ഇന്ന് സുലു വിളിച്ചിട്ടുണ്ടാകും. സുലുവിൻ്റെയൊക്കെ ഒത്തിരി റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഏരിയാസിലുണ്ട്. ഈ ഭയങ്കര പ്രോബ്ലം നടന്ന ഏരിയ അല്ല, അല്ലാത്ത കുറേ ഏരിയാസിൽ. അപ്പോൾ മിക്കവരും ഈ പുഴ വക്കത്ത് അതുപോലത്തെ സ്ഥലത്തൊക്കെയാണ് നല്ല വലിയ വീടുകളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ മിക്കവരും ഇപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആരൊക്കെയൊക്കെ അവിടെ നിന്ന് മാറി എന്നൊക്കെ സുലു പറയുമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ നടന്ന ഈ ഒരു നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുന്നത് നമുക്ക് അൺഇമാജിനബിൾ ആണല്ലേ. ആ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസാസ്റ്ററും എത്രയോ വില്ലേജസ് അതുപോലെ സ്വെപ്റ്റ് ഓഫ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ന്യൂസിലൊക്കെ കാണാൻ കഴിയുന്നത്. അതിൽ ആ ഒരു പ്രശ്നത്തിലൊക്കെ അകപ്പെട്ടു പോയ ആൾക്കാരുടെ കാര്യം വി കാണ്ട് ഇവൻ ഇമാജിൻ അല്ലേ. കിടന്നുറങ്ങുന്ന സമയത്തൊക്കെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് കിട്ടിയോ മാറി താമസിക്കാൻ പറ്റും ഒന്നും ഈ നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു എക്സ്റ്റെൻറ്റ് വരെ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും നമ്മുടെ ഒരു ഇതിലല്ലല്ലോ. ലൈക്ക് അതിങ്ങനെ വിതിൻ നോ ടൈം നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം തരുന്നതിന് മുന്നേ അതങ്ങ് വരുന്നു, സംഭവിക്കുന്നു, പോകുന്നു. ലൈക്ക് ഇറ്റ്സ് റിയലി സാഡ്. മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു ഓൾ ദോസ് പീപ്പിൾ ഹു ഹവ് റിയലി സഫേർഡ് ആൻഡ് സ്ട്രഗിൾഡ് ആൻഡ് ഹു ലോസ്റ്റ് ദെയർ ലവ്ഡ് വൺസ്. പല ഫാമിലിയിൽ നിന്നും എത്രയോ പേര്, 8 പേര് 15 പേര് അത്രയും വെച്ചാൽ ഏതോ ചിലരൊക്കെ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ മറ്റ് ബന്ധുവിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ 3 ഉരുൾപൊട്ടൽ എന്തോ സംഭവിച്ചു എന്നാ സുലു എന്നോട് പറയാം. അപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ പ്രശ്നമായി. അങ്ങനെയൊക്കെ ലൈക്ക് സോ സാഡ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. അത് ഓഫാക്കാൻ പറയാൻ പോയതാണ് കുക്കർ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് ഒന്നും നമുക്കൊരു പിടി കിട്ടുന്നേ ഇല്ലായിരുന്നു വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ അന്ന് അടുപ്പിച്ച് മഴയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഡിസംബർ 2012 or 11 സംതിങ്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ദ ഇയർ. പക്ഷെ എന്നാലും കുറേ വർഷം മുമ്പ് 10-12 വർഷം അമ്മൂക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ദിവസം ഓസി ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. ഞാൻ ഓസി വിളിക്കാൻ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ ആ നെയ്ബറിൻ്റെയൊക്കെ വീട്ടിൽ കാർ ഷെഡിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. റോഡിലൂടെ വെള്ളം ഇങ്ങനെ ഒരു വാക്കല്ലാതെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഞങ്ങളുടെ നെയ്ബറുണ്ട് വാനതി, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ ഈ വെള്ളം പോണേ, എന്താ പ്രശ്നം, എന്താ അങ്ങനെ ലൈക്ക് നോർമൽ അല്ലാത്ത രീതി. മഴയപ്പോൾ പെയ്യുന്നില്ലായിരുന്നു. തലേ ദിവസം 2-3 ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ ആ പർട്ടിക്കുലർ ഡേ ഇങ്ങനെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ഇതേ ഉണ്ടായിരുന്നു. പക്ഷേ ആകെപ്പാട് എല്ലാം ഒരു മൂടിക്കെട്ടി ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഓടയുണ്ടല്ലോ, മറ്റേ ഞങ്ങളുടെ അവിടെ സ്ലാബ് ഇട്ടിട്ടുണ്ട്, അടിയിൽ കൂടെ ഒഴുകും. അപ്പം നമുക്ക് സൗണ്ട് കേൾക്കാം. ഭയങ്കര വാട്ടർഫോളിൻ്റെ പോലത്തെ ഒരു സൗണ്ട് കേട്ട് തുടങ്ങി. ബാക്കിൽ ഞങ്ങളുടെ ബാക്ക് കാർ ഷെഡിൻ്റെ ആ ഭാഗത്തൊക്കെ ചെറുതായിട്ടിങ്ങനെ വെള്ളം കണ്ടു തുടങ്ങി. അപ്പോൾ എന്തോ സംതിങ് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ലൈക്ക് എന്താണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഏരിയ ഫുൾ പുതിയതായിട്ട് വീട് വെച്ച ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഈ ഒരു 20 ഇയേഴ്സിനുള്ളിൽ വീട് വെച്ച് 20-21 ഇയേഴ്സിനുള്ളിൽ വീട് വെച്ച് ഇത് വെറുതെ കിടന്നൊരു പറമ്പ് ഏരിയയാണ്. അപ്പം എല്ലാവരും പുതിയ ആൾക്കാരായതുകൊണ്ട് ആർക്കും ഒന്ന് ലൈക്ക് പാസ്റ്റിൽ ഇവിടെ എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും പറയാൻ ആർക്കും ഒരു ഇതില്ലായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ കണ്ടു തുടങ്ങിയ സമയത്ത് എനിക്കെന്ന് ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് കുറച്ച് പേര് അറിയാം. ഇങ്ങനെ അവരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയെങ്കിലും വല്ല ഡാം അങ്ങാനും തുറന്നു കിട്ടുമോ, ഇവിടെ കുറച്ച് വാക്കല്ലാതെ ഞങ്ങളുടെ റോഡിലൂടെ ഭയങ്കര ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വല്ല വെള്ളം പൊങ്ങാൻ പോകണം. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം നെയ്യാർ ഡാം എങ്ങാനും തുറന്നില്ലേ. അപ്പം ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ നെയ്യാർ ഡാമും നമ്മുടെ ഈ ഇവിടുത്തെ ഒരു ആറും ഒക്കെ നോക്കിയപ്പോൾ എനിക്കൊരു കണക്ഷൻ തോന്നിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ എല്ലാവരും ആൾക്കാർ പാനിക് ചെയ്യുന്നു, കുറേ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ആകെ ഒരു സംതിങ് ഇസ് റോങ് എന്നുള്ളൊരു ഫീൽ അപ്പോൾ വന്നു. അന്ന് ഇവിടുത്തെ ഡെപ്യൂട്ടി മേയർ ഒരു ഹാപ്പി കുമാർ എന്ന് പറഞ്ഞ ഒരാൾ
ഇവിടുത്തെ ഡെപ്യൂട്ടി മേയർ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫിന് പുള്ളി അറിയാം. ഞാൻ എൻ്റെ സ്റ്റാഫിനെ വിളിച്ച് പറയും, ഒന്നും വിളിച്ച് ചോദിക്കുമോ കോർപ്പറേഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, അവർക്ക് അറിയാൻ കഴിയില്ലേ ഇവിടെ ഇതുപോലെ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇങ്ങനെ എന്തോ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. എൻ്റെ മനസ്സിലൊക്കെ അപ്പോഴും എവിടെയോ എന്തോ തുറന്നു വിട്ടിട്ട് ആ വെള്ളം വരുന്നു എന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നടന്ന് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അയ്യോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചു കൊണ്ട് ഇരിക്കവേ തന്നെ ഡാമൊക്കെ തുറന്നു വിട്ട രീതിയിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് സോ ബാഡ് ആൻഡ് സോ ഹെവി. ആ സമയത്ത് കിച്ചു ഇവിടെ ഇല്ലായിരുന്നു. കിച്ചു അന്ന് ഊട്ടിയിൽ ദൈവത്തിരുമകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു. അങ്ങനെ കിച്ചുവിനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ ലോകം വല്ല അവസാനിക്കാൻ പോകണം, ഇതെന്തായി സംഭവിക്കണം. അങ്ങനെ സൈക്യമേത്ത സൗണ്ടിൽ ഭയങ്കര വെള്ളം. ഞങ്ങളിവിടെ ബാക്കിൽ ഈ ജനലുകൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞാനീ നിൽക്കുന്ന ഇവിടെയൊക്കെ അങ്ങ് ഫുൾ വെള്ളമായി. അപ്പോഴത്തേക്ക് അങ്ങ് സന്ധ്യയായി. ലൈക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് തുടങ്ങിയതൊരു 4-4:30 മണിക്കാണ്. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ലൈക്ക് ടു മച്ച്. പിന്നെ ഫയർഫോഴ്സിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒന്നും. ഇപ്പോൾ ഞങ്ങളുടെ കാർ ഷെഡിൽ ഞങ്ങൾ വീട്ടിനകത്തോട്ട് കയറില്ല, കാർ ഷെഡിൽ ഫുൾ വെള്ളം കയറി. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു ഹൈറ്റിൽ ഇവിടെ എന്തൊക്കെയാ ഈ ഒരു ഹൈറ്റിൽ വെള്ളം ഇവിടെയൊക്കെ കയറി. അപ്പോൾ അന്ന് നമുക്ക് ഈ ഒരു കാർ ഷെഡിൽ ഞങ്ങൾക്കൊരു പഴയ മാരുതി വാൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് റോഡ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന് യൂസ് ചെയ്യുന്ന വണ്ടിയായിരുന്നു. ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് ഹോർഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടി. ആ വണ്ടി ഇവിടെ കിടക്കുമായിരുന്നു. അന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പച്ചി പറയുമായിരുന്നു, ഞങ്ങൾ ബാക്കിലെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. പിന്നെ സംസാരിച്ചിരിക്കവേ തന്നെ അങ്ങ് ഇരുട്ടി, രാത്രിയായി. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, പോകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓസി എനിക്ക് വിളിക്കാൻ പോകാൻ പറ്റത്തില്ല, കാർ ഷെഡിൽ നടക്കാൻ വയ്യ. പിന്നെ അവിടെ ഞാൻ ട്യൂഷൻ ടീച്ചറുടെ ഗോമതി ടീച്ചറിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ വിളിച്ചു കഴിഞ്ഞ് ടീച്ചർ ഓസി എന്ന് അവിടെ തന്നെ താമസിപ്പിക്കുമോ. അപ്പോൾ അതിനടുത്താണ് അമ്മുവിൻ്റെ ഫ്രണ്ട് രേഷ്മ എന്ന് പറഞ്ഞ കുട്ടി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മു രേഷ്മയെ വിളിച്ച് പറഞ്ഞ് രേഷ്മ ഓസിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നൈറ്റ് ഡ്രസ്സും ഒരു സെറ്റ് ഓഫ് ന്യൂ നൈറ്റ് ഡ്രസ്സും ന്യൂ അണ്ടർ ഗാർമെൻറ്റ്സും ഒക്കെ എല്ലാം വാങ്ങി ഓസിക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഓസി അന്ന് അവിടെ നിന്നു. ഇതിപ്പോൾ രാത്രി ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഈ വെള്ളം ഒന്ന് സബ്സൈഡ് ചെയ്തു. വെള്ളം സബ്സൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന സീൻ, റോഡിൽ ടാറെന്നൊരു സാധനമൊന്നുമില്ല, എല്ലാം ഒലിച്ച് പോയിരുന്നു. ലൈക്ക് നമ്മൾ അന്നത്തെ ദിവസം ലൈക്ക് എന്താ സംഭവിക്കണമെന്ന് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. പിന്നെ പിറ്റേന്ന് രാവിലെ ആയിട്ടാണ്, പിറ്റേന്നിപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുവാ ഇവിടെയൊക്കെ നോക്കാനായിട്ട്. അന്ന് നമ്മൾ ആ ബാക്കിലെ ഗേറ്റ് ഒന്നും ഇല്ല, ഗേറ്റൊക്കെ ഇല്ല, തുറന്ന് കിടക്കുക. എൻ്റെ കാറിനകം അത്രയും വെള്ളം. ഫ്രണ്ടിലെ കാറിലൊന്നും പറ്റിയില്ല, 2 കാറ് ഫ്രണ്ടിലുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. ബാക്കിലെ കാറിനകത്തൊക്കെ ഫുള്ളിങ്ങനെ വെള്ളം ഡാൻസ് കളിച്ച് കിടക്കുമായിരുന്നു. ഗേറ്റില്ല. ഗേറ്റ് ഞാൻ അതിലേ കൂടെയൊക്കെ നടന്ന് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു ശാന്താൻ്റിയുണ്ട്. ശാന്താൻ്റിയുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഞങ്ങൾ 2 ഗേറ്റും ഒലിച്ചു പോയി കിടക്കുക. അങ്ങനെ ഞാനും അപ്പച്ചിയും കൂടെയൊക്കെ പോയി അതിനെ പൊക്കിയെടുത്തൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അന്നിവിടെ ഒത്തിരി തെങ്ങുണ്ടായിരുന്നു ഈ ഗാർഡൻ. 2 മുദ്ര തേങ്ങ എല്ലാം ഇട്ടു. ഒന്നും ഈ ഏരിയയിലൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ഒരു ഐറ്റവും ഇല്ല. ലൈക്ക് നമ്മൾ ഗാർഡൻ ടൂൾസ് മറ്റത് മറിച്ചത് ഇതുപോലെ തേങ്ങയൊക്കെ വെട്ടിയത് ഒരു 10-100 തേങ്ങ ഇവിടെ കിടന്നു. ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. ഓസ് ഇങ്ങനെ സ്ഥിരം നമ്മൾ ഈ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് ചെടിച്ചട്ടികൾ, എവ്രിതിങ് വാസ് ഗോൺ. നമ്മുടെ ഈ ഗാർഡനിലെ പുല്ലൊക്കെ ആദ്യമായിട്ട് ഫുൾ നാശമായത് അന്നാണ്. എന്നുവെച്ചാൽ പുല്ലൊന്നും ഇല്ല, എല്ലാം ഒഴുകിപ്പോയി. ഫുൾ മണ്ണും ചെളിയും മാത്രം. രാവിലെ കാണുന്ന സീൻ. പിന്നെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോയി നോക്കും. അപ്പോൾ ആരോ പറഞ്ഞ 4 വീട് അപ്പുറത്തേക്ക്, ആ വീട്ടിൽ കുറച്ച് ലോ ആണ് ആ വീട്, അവിടെയൊക്കെ ഏതോ ഒരു അമ്മൂമ്മ രാത്രി ഉറങ്ങുമായിരുന്നു. അവരെല്ലാം വെള്ളത്തിൽ. ലൈക്ക് ഇറ്റ് വാസ് വെരി സാഡ്. ലൈക്ക് സോ മെനി പീപ്പിൾ എല്ലാവരുടെ കാറും നാശമായി. ആ വീട്ടിലൊക്കെ അവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ, നമ്മുടെ കുറച്ച് താന്നായിരിക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിലെല്ലാം വെള്ളം കയറി. അവരുടെ ഫാൻ മുട്ടുന്നവരെ വെള്ളമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ബാഡ്. ആൻഡ് ആ ഒരു ദിവസവും ഞാൻ പെട്ടെന്ന് ഓർത്ത്, എൻ്റെ ഡ്രൈവർ പുള്ളി ഞാൻ വിളിച്ചിട്ട് പുള്ളി വന്നിട്ട് പുള്ളി അന്നൊരു കാറിലാണ് വന്നത്. പുള്ളി കാർ അവിടെ ഇട്ടിട്ട് പുള്ളിയുടെ കൂടെയുള്ള പയ്യനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ആ പയ്യൻ ആദ്യം കാണുന്ന ഒരു കോമ്പൗണ്ട് ഇട്ടിട്ട് പോയി. എൻ്റെ ഡ്രൈവറിൻ്റെയും കാറന്ന് വെള്ളത്തിലായി. പുള്ളിയുടെ കാറല്ല, പുള്ളി എന്തെങ്കിലും പണയം എടുത്ത് വെച്ച പോലത്തെ ഒരു കാറായിരുന്നു. അങ്ങനെ അതും ഫുൾ വെള്ളം. സോ ഞങ്ങളുടെ ഫസ്റ്റ് ഈ വെള്ളപ്പൊക്കം എക്സ്പീരിയൻസ് ഇസ് വെരി 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 സ്കെയറി, നോട്ട് നോയിങ് വാട്ട് ഇറ്റ് വാസ്. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ അറിയണം അവിടുത്തെ ബണ്ട് പൊട്ടി അങ്ങനെ വന്നതാണോ എന്നൊക്കെ. എന്നിട്ട് ഈ വെള്ളപ്പൊക്കം
ഇറ്റ് റിപ്പീറ്റഡ്. അപ്പോൾ ഈ സംഭവിച്ച സമയത്ത് ഞങ്ങൾ വീടും കോമ്പൗണ്ടും ഒന്നും ഞാൻ ഇൻഷുർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് പരിപാടിയായിരുന്നു ഇൻഷുർ ചെയ്തു എല്ലാം. ഇനി ഇതുപോലത്തെ നാച്ചുറൽ കലാമിറ്റി വന്നിട്ട് നമ്മുടെ തലയിലാവണ്ടല്ലോ. അയ്യോ സോറി, അന്ന് ഈ ഗേറ്റ് പോയ ദിവസം ഈ മതിലും പോയി. പിന്നെ ഈ മതിൽ കെട്ടേണ്ടി വന്നു. ഗേറ്റ് റിപ്പയർ ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉള്ളതിലൊക്കെ ഭയങ്കര ഒരു വലിയ ക്രാക്കായി. ലൈക്ക് ഒത്തിരി പൈസ നമുക്ക് അതിന് വേണ്ടി ചിലവായി. അതിനുശേഷം ഈ വെള്ളപ്പൊക്കം അടുത്ത വർഷവും ഇതുപോലെ റിപ്പീറ്റ് ചെയ്തു. അന്ന് അമ്മു ട്യൂഷന് പോയേക്കുമായിരുന്നു. അന്ന് ഓസി വീട്ടിലുണ്ടായിരുന്നു. അമ്മു ട്യൂഷൻ ക്ലാസ്സിലാണ്. അതൊരു 31 ഡിസംബർ ആയിരുന്നു. ന്യൂ ഇയർ പാർട്ടിക്ക് പോകാൻ ഇവിടെ എല്ലാവരും റെഡിയാകാനൊക്കെ ഇരിക്കുന്ന സമയത്ത് സന്ധ്യയ്ക്ക് അന്ന് അമ്മുവിന് ഒരു ഡാൻസ് പ്രാക്ടീസോ ട്യൂഷനോ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് അമ്മു അവിടെ എവിടെയോ സ്റ്റക്കായിരുന്നു. അമ്മുവിനും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. റിയയുടെ അവിടെ എവിടെയോ നിന്നു. പിന്നെ രാത്രി വെള്ളപ്പൊക്കം ഒന്ന് സബ്സൈഡ് ചെയ്തപ്പോൾ കിച്ചു രാത്രി ഒരു 9:30 കഴിഞ്ഞപ്പോൾ പോയി പിക്ക് ചെയ്തുകൊണ്ടുവന്നു. അതുപോലെ നമുക്കിവിടെ വെള്ളപ്പൊക്കം ഒരു 4-5 ടൈംസ് വീണ്ടും വന്നിട്ടുണ്ട്. ആദ്യത്തെ 2ാമത്തെ പ്രാവശ്യമായിരുന്നു ഇറ്റ് വാസ് എക്സ്ട്രീംലി ബാഡ് ആൻഡ് ഒരുപാട് നാശനഷ്ടം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ച് അവെയറായി. നമുക്ക് ഒരു മണം അടിക്കുമ്പോൾ തന്നെ എല്ലാവരും ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ കാറെല്ലാം ഇവിടെ നിന്ന് പൊക്കി മാറ്റി റോഡിൽ കൊണ്ടിടുവോ, ട്രിവാൻഡ്രം കൊണ്ടിടുവോ, എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും, തിങ്സൊക്കെ മാറ്റും. എല്ലാവരും ഇപ്പോൾ കുറച്ച് അവെയറാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്നും ഇന്ന് ആക്ച്വലി നമുക്ക് ഇന്നും ഇന്നലെയൊന്നും ഇവിടെ മഴയില്ല. പക്ഷേ ന്യൂസിൽ മഴ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇവിടെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല, നമ്മുടെ ഇവിടെ പ്രശ്നമൊന്നുമില്ല, നല്ല വെയിലൊക്കെ ഉണ്ട്, ഇവിടെ പ്രോബ്ലം ഇല്ല എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വികാരം ഐ ക്യാൻ ഇമാജിൻ. കാരണം നമ്മളും ചെറിയ രീതിയിൽ നമുക്കൊന്നും വേറെ അത്ര വലിയൊരു നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും എനിക്കത് അത് ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വറിയുണ്ട്. ആ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഐ റിമെമ്പർ ഓസിക്കും ഇഷാനിക്കും ഭയങ്കര വോമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ ആയേ. അപ്പോൾ അത് ഈ എയറിലൂടെ വരുന്ന ഒരു ആ സമയത്ത് ഈ വേണ്ടാത്ത കംപ്ലീറ്റ് എല്ലായിടത്തെയും ഈ ഡേർട്ടെല്ലാം അങ്ങ് അടിച്ചങ്ങ് പോവുക. പാമ്പ് വന്ന് നമ്മളിവിടെ പാമ്പ് വന്നു. പിന്നെ വാവാ സുരേഷ് വന്ന് ആ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോയത് ഇവിടെ കയറിയിരുന്നൊരു കുഞ്ഞു പാമ്പ്, ഒരു വലിയ പാമ്പ് അവിടെ കാർ ഷെഡിൽ. ഇറ്റ്സ് റിയലി സ്കെയറി. 2 പേർക്കും വയ്യാതെയായി. രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ സക്കറിയ, ഹീസ് നോ മോർ ആൻഡ് ഐ മിസ് ഹിം സോ മച്ച്. അപ്പോൾ ഡോക്ടർ സക്കറിയ രാത്രിയായപ്പോൾ ഹോമിയോ മരുന്നുമായിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഈ എയർബോൺ പോലത്തെ ഇതാണ്, ഈ ഒത്തിരി ഡിസീസൊക്കെ ഉള്ള പോലത്തെ സംഭവങ്ങൾ, ബാക്ടീരിയാസും എല്ലാം ഇപ്പോൾ വെള്ളത്തിൽ കിടമ്പോൾ നമ്മൾ അത് ബ്രീത് ചെയ്യല്ലേ നമ്മൾ ഇങ്ങോട്ട്. അങ്ങനെ അവർക്കൊന്നും വയ്യാതായി. ഇപ്പോൾ എനിക്കൊരു പേടി സ്വപ്നമാണ്. ഞാനിപ്പോൾ പിള്ളേരെയൊക്കെ ഇവിടെ ട്രാവൽസ് വിട്ടിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുവാണെങ്കിലും ഒരു മഴ സീസണൊക്കെ ആണെങ്കിൽ ഓൾവേസ് വറീഡ്. ഇവിടെ പിന്നെ ബണ്ടൊക്കെ സ്ട്രോങ് ആക്കി കെട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ കെട്ടല്ലേ, എത്രത്തോളം നന്നാവും എന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഐം സ്റ്റിൽ വറീഡ്. അവിടെയൊക്കെ 1-2 ക്രാക്കൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും അതിനെയൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്താൽ മതിയായിരുന്നു. അല്ലാതെ ഇതൊക്കെ ഇനി എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കൂടെ പൊട്ടിക്കൊളാവാൻ ആരും കാത്ത് നിൽക്കാതെ ഐ ഹോപ്പ് ഇറ്റ് ഗെറ്റ്സ് റെക്ടിഫൈഡ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് നല്ല മഴയൊക്കെ പണ്ട് എൻ്റെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര മഴയാകുമ്പോൾ നമ്മൾ കാറെടുത്ത് മാറ്റിയിടും. കാരണം ഈ കാർ ഷെഡിൽ ഭയങ്കര മഴ സമയത്ത് നമ്മൾ കാറിട്ടേക്കാൻ പേടിയാണ്. കാരണം ഇവിടെ കിടന്ന മാരുതി വാനൊക്കെ അന്ന് ഫുൾ നാശമായി കേട്ടോ, ഫുൾ നാശമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് നല്ല കാറൊക്കെ ഇവിടെ കിടക്കുമ്പോൾ ഒരു ടെൻഷനാണ് ഭയങ്കര മഴ പെയ്യുമ്പോൾ. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ എക്സ്പീരിയൻസ്. ഞാനിതിൽ ഷെയർ ചെയ്ത ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടിരുന്നെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടെ ധാരാളം പേര് പ്രോപ്പർട്ടീസ് വാങ്ങുകയും വീട് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഫോട്ടോസ് കണ്ട ഇവിടെ ആരും സ്ഥലം വാങ്ങത്തില്ലായിരുന്നു. ഇറ്റ് വാസ് സോ സ്കെയറി. ഇറ്റ് വാസ് റിയലി സ്കെയറി. പക്ഷേ നമ്മളിവിടെ നടന്ന ആ കലാമിറ്റിയിൽ നോബഡി ലോസ് ദെയർ ലൈഫ് എന്നുള്ള അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കുറച്ചുകൂടെ കൺട്രോളായിരുന്നു അതൊക്കെ. ബട്ട് ഐ എം ഫീലിംഗ് റിയലി സാഡ് ഫോർ ഓൾ ദ പീപ്പിൾ. ലെറ്റ്സ് ജസ്റ്റ് പ്രേ ഫോർ ദെം ആൻഡ് പീപ്പിളുടെ ഈ നടന്ന ഈ ഒരു വയനാട് നടന്ന ഈ ഒരു കലാമിറ്റിയിൽ എഫക്റ്റായ എല്ലാവർക്കും മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് ഫ്രം മീ ആൻഡ് മൈ ഫാമിലി. ഇന്നലെയൊക്കെ എന്നോട് എൻ്റെ ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി മെനിഞ്ഞാന്നാണ് ആ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡാക്കി വെച്ചത്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ രാവിലെ ഇപ്പോൾ ന്യൂസ് വെക്കുകയോ മൊബൈലിൽ നമ്മൾ ഇതൊക്കെ നോക്കുകയോ ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ രാവിലത്തെ ടൈമിലൊന്നും നമ്മളത് ചിലപ്പോൾ അറിയത്തുകൂടിയില്ല. ഇത് ആരെങ്കിലും പറയുമോ ഇങ്ങനെ വയനാട്ടിൽ എന്തോ പ്രശ്നമായി അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മളത് ടി വി വെക്കുകയും നമ്മുടെ മൊബൈലിൽ കൂടെ അത് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല നമ്മൾ നോർമൽ ഡെയിലി റൊട്ടീനിൽ നമ്മൾ രാവിലെയൊക്കെ ഞാൻ പൊതുവേ ഇപ്പോൾ പലപ്പോഴും കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ ന്യൂസ് വയ്ക്കുമ്പോഴൊക്കെ ആ ഒരു ബാംഗ്ലൂരിൽ നടന്ന ആ ഒരു ഇഷ്യൂ അതൊക്കെ ഇങ്ങനെ എപ്പോഴും കാണുമ്പോൾ നമുക്ക് വീണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ പോലെ തോന്നും. അതുകൊണ്ട് പൊതുവേ ഞാനിപ്പോൾ അധികം ന്യൂസ് അങ്ങനെ വെക്കാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ വയനാടിൻ്റെ ഈ സംഭവം കുറേ കൂടെ ഈ ഇഷ്യൂ നടന്ന് കുറേ കഴിഞ്ഞ് ടി വിയിലൊക്കെ വന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞു കേട്ടാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ അമ്മൂനോട് പറഞ്ഞു
പിന്നെയാണ് നമ്മളെല്ലാവരും അറിയുന്നത്, നമ്മളതിനെക്കുറിച്ച് വാട്ട് ഹാപ്പൻഡ് എന്ന് നമ്മൾ എന്നിട്ടാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. ഇറ്റ്സ് റിയലി സാഡ്, യുനോ, സോ സാഡ്, റിയലി സാഡ്. ഇപ്പോൾ ആകെ ട്രിവാൻഡ്രം കൊല്ലവും മാത്രമാണ് യെല്ലോ അലേർട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് ഏരിയാസിന് ഓറഞ്ച് ഉണ്ട്, പിന്നെ അങ്ങോട്ടെല്ലാം റെഡ് അലേർട്ടാണ്. സോ അവിടെയൊക്കെ ഇന്ന് സ്കൂൾ ഹോളിഡേയും എല്ലാത്തിനും ഹോളിഡേ. ആരോ ബെല്ലടിച്ചു, ഞാൻ പോയി നോക്കട്ടെ. ഇന്ന് എൻ്റെ കാറ് ഇന്നോവ വർക്ക്ഷോപ്പിൽ കൊടുത്തു. കുറേ ദിവസമായി അതൊന്ന് ഓസിയുടെ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഏതോ ഒരു പെട്ടി ഓട്ടോ കൊണ്ട് ഇടിച്ചു കൊടുത്തു ഫ്രണ്ടിൽ. അങ്ങനെ നമ്പർ പ്ലേറ്റൊക്കെ പൊളിഞ്ഞ് കുളമായിട്ട് ഇരിക്കുമായിരുന്നു. ഇന്നാണെങ്കിലൊന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്തു. ആരോ വന്ന് ബെല്ലടിക്കുന്നത്, അപ്പം നോക്കട്ടെ. അയ്യോ, എന്തോ പറ്റി, നിൽക്കുന്നില്ല. Ansu, how was your day? It was fine. ഓസിക്കുട്ടി വാഴക്കപ്പം ഉണ്ടാക്കുന്നു. യെസ്, അശ്വിൻ്റെ അമ്മയുടെ റെസിപ്പിയിൽ. മതി മതി. ടീ എവിടെ? പാത്രത്തിലാടാ, സ്റ്റീൽ പാത്രം. ബ്രൗൺ ആയി തുടങ്ങിയല്ലേ, തീ ഡൗൺ ആക്കാം. ഈ ബ്രൗൺ നല്ല ബ്രൗൺ. അതെ, എനിക്ക് ഇതുപോലും ഇഷ്ടമല്ല. എനിക്ക് വരെ മഞ്ഞ മഞ്ഞ കളറിലിരിക്കണം. മറ്റേ സ്പൂൺ എടുക്കാത്തതായിരുന്നു, മറ്റേ ഹോളുള്ളത്. കണ്ടില്ല. എന്ത് ഫസ്റ്റ് ബാച്ച് റെഡി. സൂക്ഷിച്ച കൈ തെറിക്കല്ലേ. ഓയിൽ. പ്രൊഫഷണൽ ഷെഫ്. പ്രൊഫഷണൽ ഷെഫ്. നീ ഇനിയിപ്പോൾ അവരുടെയൊക്കെ കൂടെ ചേർന്ന് നീ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഓസി എത്ര നാളായി ഓസി ഒരു മീൻകറി ആക്കിയിട്ട്? പ്ലീസ് നാളെ ഒന്നാക്കുവോ? നോ നോ, എൻ്റെ കൊച്ചി ഇസ് മിസ്സിങ് യുവർ മീൻകറി. എല്ലാ പീസും കൂടെ ഇവിടെ 2 പ്രാവശ്യം നിൽക്കാൻ മേക്കിയിടും. ഒന്നുമില്ല. ബേബിക്കാണോ? ബേബി കുറേ നേരം താഴെ ന്യൂസ് കണ്ടാലൊക്കെ നമുക്ക് അങ്ങ് ഡിപ്രഷനാണ്. ഞാൻ ഇനി പുറത്തോട്ടൊന്ന് ഇറങ്ങി, എന്നിട്ട് ടെറസിൽ പോയി തുണിയൊക്കെ പറക്കി കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് 1-2 ഫോൺ കോൾസൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ലൈക്ക് ഫീൽ ലിറ്റിൽ ബെറ്റർ. ഓസിപ്പാക്കി വാഴയ്ക്കപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
പഴംപൊരി എന്നല്ല നിങ്ങളോട് പറയാം, ഞങ്ങളുടെ കട വാഴയ്ക്കപ്പം. ട്രിവാൻഡ്രത്ത് പഴംപൊരി എന്നും പറയും, വാഴയ്ക്കപ്പം എന്ന് പറയും. പക്ഷെ നല്ല ഐഡിയ ഉണ്ട്. അശ്വിൻ്റെ അമ്മ കൊടുത്ത ഐഡിയ ആയിരുന്നു, ഉഗ്രൻ ഐഡിയ ആയിരുന്നു. ഗോതമ്പ് മാവ്, ഇച്ചിരി വെള്ളം, ഒരു ഇച്ചിരി ദോശമാവ്, നുള്ളു മഞ്ഞപ്പൊടി, ഇച്ചിരി പഞ്ചസാര മിക്സ് ആക്കിയിട്ട് ഞങ്ങളൊക്കെ സാധാരണ ഒരു പഴത്തിന് 4 മുറിച്ചായിരുന്നു. ഇത് ഒരു പഴത്തിന് ഏതൊരു 10-12 പീസായിട്ട് ഇങ്ങനെ സ്ലിമ്മായിട്ട് മുറിച്ചു. അപ്പോൾ എണ്ണയും കുറച്ച് മതി, നമുക്ക് അധികം കഴിക്കാൻ വേണ്ട, എന്നാൽ ആ ഒരു പഴംപൊരി കഴിച്ചതിൻ്റെ ഒരു സുഖവും കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടിരുന്ന ദോശമാവ് ഇട്ടുണ്ട്. ആ ടിപ്പ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ടിപ്പ് അറിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ. സൂപ്പറായിരുന്നു. ഒരു പഴമാക്കി ഹോൾ ഫാമിലി കഴിച്ചു. സാധാരണ നമ്മളല്ലെങ്കിൽ ഇതാക്കുമ്പോൾ നമ്മളൊരു 7-8 പഴമൊക്കെ അല്ലേ ആക്കുന്നത്. ഇത് ഒരു പഴമായിരുന്നു, എല്ലാവരും കഴിച്ചു. ഇനി 2 പീസോടെ ബാക്കിയിരിക്കുക. അപ്പം ഒരു പേരിന് വേണ്ടി കഴിക്കത്തേ ഉള്ളൂ, വെറുതെ ഒരു കൊതിക്ക് വേണ്ടി കഴിച്ചു. കിച്ചു ഇന്നലെ ഡൽഹിയിൽ പോയി. എന്നും ഞാൻ വൈകുന്നേരം തുണി എടുക്കാൻ വരുമ്പോൾ കിച്ചു യൂഷ്വലി ജിമ്മിലായിരിക്കും. അവിടെ നമ്മൾ കുറേ നേരം സംസാരിക്കും. സോ ടുഡേയ്സ് അപ്പോൾ എനിക്ക് ഇരുട്ടിയിട്ടൊക്കെ ആകുമ്പോൾ ഞാൻ മേലോട്ട് തുണി എടുക്കാൻ വരുമ്പോൾ കിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ്. അല്ലെങ്കിൽ ഇരുട്ടിയിട്ട് എനിക്ക് ഇവിടെ കയറുമ്പോൾ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും, പ്രശ്നമുണ്ടോ, എനിക്കൊരു പൂച്ച വാക്കല്ലാതെ അവിടെ എവിടെയെങ്കിലും ഇരുന്നാലും എനിക്കൊരു പേടിയാണ്. ഇവിടെ ചെറിയൊരു മഴക്കോളുണ്ട്, 1-2 തുള്ളി ഇങ്ങനെ വീഴുന്നു. എത്ര നാളായിരുന്നു ഇവിടെ താഴെ എല്ലാം തുണി വിരിച്ചിട്ട്. കാരണം മിക്ക ദിവസവും നമ്മളിങ്ങനെ മഴ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് താഴെയൊക്കെ തുണി വിരിക്കാൻ ഒരു ടെൻഷനാണ്, ഓടാൻ വയ്യ. അപ്പം ഞാൻ ടെറസിലോട്ട് പോട്ടെ. എന്നും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരെണ്ണം കഴിക്കണം, ഒരു സന്തോഷം. അയ്യോ, അവിടെ മുകളിൽ നിൽക്കുന്ന 2 ഡ്രാഗൺ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പൊസിഷൻ നിൽക്കുന്നു കേട്ടോ. കിച്ചു അതിനെ എനിക്ക് വേണ്ടി വെച്ചേക്കുക, ഞാൻ അതെങ്ങനെ പറിക്കണമില്ല. ഇവിടെ ഒരെണ്ണം ഉണ്ട്, അതെനിക്ക് പറ്റും. അങ്ങനെ ഏറ്റവും ഈൽഡ് മോശമായി പോയൊരു വർഷമായിരുന്നു ഈ വർഷം നമ്മുടെ റംബൂട്ടാൻ. എൻ്റെ വീഡിയോസ് കാണുന്ന, ഞാൻ സ്ഥിരം റംബൂട്ടാനൊക്കെ കൊണ്ട് തരുമായിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സോറി കേട്ടോ, അടുത്ത വർഷം ആവട്ടെ. ഇതിപ്പോൾ ഒന്നും കാര്യമായിട്ടേ ഇല്ല. ലൈക്ക് ഒരു 10 കൊല ഒരുമിച്ച് പറിക്കാൻ കൂടിയില്ല. ഇതുപോലെ ഒരു ചെറിയ കുഞ്ഞു കൊല എടുത്ത് അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അങ്ങ് തീരും. ലാവിഷായിട്ട് എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ ലാവിഷായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഡാഡി പറയുമായിരുന്നു, അതും ഇനി കാക്കയും കിളികളും കൊണ്ടുവരണ്ട, അതൊന്നും എടുത്തിട്ട് വേണം എൻ്റെ കുറച്ച് കൊടുക്കേണ്ട ഫ്രണ്ട്സിനും സിമിക്കും ഒക്കെ കുറച്ച് അയച്ചു കൊടുക്കാൻ. ഇത്തവണത്തെ മഴ പെയ്തോണ്ട് ഇതിന് മധുരമില്ല ഇത്തവണ. ധാരാളം മുട്ടുണ്ട് കേട്ടോ, ഒരു സന്തോഷം അതിങ്ങനെ കാണുമ്പോൾ. ഇത്തവണ ഡ്രാഗൻ്റെ ഈൽഡ് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളുടെ നെയ്ബറിനും അത്യാവശ്യം ഉണ്ട്. കിച്ചു, ഐ എം മിസ്സിങ് യു ഹിയർ. ആരും നടാതെ താനെ പൊഴിച്ച കുറച്ച് ചീര, അത് മുറ്റിപ്പോയി കേട്ടോ. ഞാൻ വിചാരിച്ചതാണ് അതൊന്ന് പറിക്കണം. ഇല കുഴപ്പമില്ല, ഇച്ചിരി ഇല മാത്രം ഒന്ന് പിച്ചിയെടുത്താൽ നമുക്ക് അതിനൊരു തോരനിടായിരുന്നു. വളമൊന്നും ഇല്ലാതെ നിന്നല്ലേ. എവിടുന്നാ? അയ്യോ, അമ്മ പോന്നു കഴിഞ്ഞാൽ 2 റോസും കൂടെ വേണം. ബൈ ബൈ. അപ്പോൾ അങ്ങനെ കേടായ പോർഷനൊക്കെ ഇളക്കി എടുക്കും. വീട്ടിൽ 2 ആഴ്ചയിലൊക്കെ എൻ്റെ വീഡിയോയിൽ
മൂടുപോയി ക്ലോസ് അപ്പിലായിരുന്നേ. അന്നത്തെ ടൈം എന്റെ മക്കളെ ഒന്നുമില്ല ഡിയർ, നത്തിങ് ഡിയർ. എന്റെ ചക്കരേ വിഷാന് കുഞ്ഞിലിരിക്കണ സെയിം, കുഞ്ഞിലെ ആ കരയുന്ന പോലത്തെ സെയിം ലുക്കാരാ. അമ്മയുടെ ബേബി എന്താ പറഞ്ഞേ? യെസ്, ആ ബേബി, നീ ബേബി എന്നല്ലോ പോ. ബേബി ഉള്ളി ഇഷാനി. നമ്മുടെ ചക്കരക്കുട്ടി എന്താ പറഞ്ഞേ? I didn't say anything. എന്തോ Ignore me. People like what mother said in the last vlog that I am her doll and you're my doll. you're my doll. That's sad. Why am I tying your hair for you? Because I'm a toy. She's my Barbie doll. Bye. Bye. അവൾ ഫുട്ബോൾ കളിക്കാൻ പോണോ? അല്ല, ഇത് അടങ്ങിയ സ്ഥലത്താ. അല്ല, ഇത് തുറന്ന സ്ഥലം. തുറന്നതാ? യെസ് മദർ. മഴ പെയ്യുന്നു. ചെറിയ മഴത്തൊക്കെ കളിക്കും. വലിയ മഴയാണെങ്കിൽ അവിടെ സൈഡിൽ വരും. താറാവിനെ വിട്ടാലോ? ഹായ് അൻസു, you're on screen. അപ്പോൾ ഫുൾ ടൈം ആ ന്യൂസാണ് കാണുന്നത്. സോ സാഡ് അല്ലേ? വയനാട്ടിൽ നിനക്ക് ചുമയാണ് ഇഷാരി, നീ പോകണ്ട ഗോളിന്. മഴയത്ത് കളിക്കായിരുന്നു. കഷ്ടം തന്നെ. ഇനി വേറെ വീഡിയോ ഒക്കെ പാലക്കാടും ഒക്കെ ഇങ്ങനെ ഇതുപോലെയല്ല, അപ്പോഴത്തേക്കും വെള്ളപ്പൊക്കം ഭയങ്കര ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് നമ്മുടെ വെള്ളപ്പൊക്കം ഓർമ്മയുണ്ടോ? പിന്നെ അത് നമ്മുടെ വീട്ടിൽ മാത്രം, ട്രിവാൻഡ്രത്തല്ല, നമ്മുടെ മരുതൻകുഴി ഒരു ബണ്ട് പൊട്ടിയതാണ്. സോ സാഡ്. അമ്മ സൂമ്പയ്ക്ക് പോകുന്നു. ബൈ. കുറേ നാളെ ഫുട്ബോളിന് പോകാതെ ഇരുന്നപ്പോൾ ഇഷാനിയുടെ ഷൂസ് എല്ലാം കഴുകി ക്ലീനാക്കി. എന്തുവാ? ഐ ഡ്രോപ്സ്. എൻ്റെ ഷൂ ഒക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ പറഞ്ഞു. ഓക്കെ. ഓക്കെ സിന്ധു, I'll take your leave then. അമ്മയുടെ വ്യൂവേഴ്സ് വിചാരിക്കുമായിരിക്കും അല്ലേ, എനിക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എപ്പോൾ നോക്കിയാലും ഒരു ഫുട്ബോളും ജിമ്മെന്നും പറഞ്ഞു. സത്യമാണ്, ഞാനങ്ങനെ ഓഫീസിൽ ജോലിക്കൊന്നും പോകുന്നില്ല, പക്ഷേ ജോലി കൂലിയൊക്കെ ഉണ്ട്. അല്ലാതെ വരുമാനം. See, Ishani, very few people will be fortunate like you to do what you wish to do. And you can relax, enjoy. നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം, അതിന് യു ഏർണിങ്. ഇപ്പോൾ ഇഷാനി ഇപ്പോൾ കുറേ പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഒരു മാസം എത്ര കഷ്ടപ്പെടണം. എനിക്കറിയാം. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ദേ നോ ദിസ് ഇസ് മൈ ജോബ്. എനിക്ക് ഇപ്പം കുറച്ച് പ്രായമായിരുന്നപ്പോൾ എന്താ ചെയ്യുന്നത്, ഇൻഫ്ലുവൻസറാണ് എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു ആക്ച്വലി ഇറ്റ്സ് എ ജോബ്, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വിചാരിക്കും എന്തോന്നോ ഒരു തട്ടിക്കൂട്ട് എന്തോ ആണ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ഓക്കെ അങ്ങനെ ആയിപ്പോ, മനസ്സിലായില്ലേ? ബട്ട് യാ, ലോകം മാറി. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്ന മാത്രമല്ല, ജോലി പലതരം ജോലികളുണ്ട്, ഓൺലൈൻ ഉണ്ട്. Ishani spends so much time on making script and doing all that, editing, shooting. I think Saturday, Sunday ഒക്കെ ഇഷാനിക്ക് സ്റ്റുഡിയോയിൽ ഷൂട്ടുണ്ട്. അതിന് വേണ്ടിയൊക്കെയുള്ള ഹോംവർക്ക് ഒത്തിരിയാണ്. സോ നമ്മൾ ഇഷാനിയും ഓസിയും ഹൻസും അമ്മും എവറിബഡി ഡസ് സോ മച്ച് ഓഫ് ഹാർഡ് വർക്ക്. പലർക്കും ഈസി വർക്കായിട്ട് തോന്നും, എന്നാലും ഒത്തിരി 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 ഹാർഡ് വർക്ക് ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ്സ് റെഡിയാക്കണം, ഇത് പ്രോഡക്റ്റിൻ്റെ ഷൂട്ട്സിനുണ്ട്, സ്ക്രിപ്റ്റ്സ് റെഡിയാക്കണം, അതിൻ്റെ അപ്രൂവൽ വാങ്ങണം, ഒത്തിരി പണിയുണ്ട്. ഹൻസു ഹാസ് ടു സ്റ്റിൽ സ്റ്റഡി ഓൾ ദാറ്റ്, ലേൺ അല്ലേ, കുറച്ച് പഠിക്കാനുണ്ട്. ഇഷാനിയാണ് ഹൻസുവിനെ ഇടയ്ക്ക് സഹായിക്കുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഇപ്പോൾ
എനിക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാനുള്ള അത്ര ഇത് കഴിവ് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഏത്തപ്പഴം ഒന്നും വേസ്റ്റ് ആവത്തില്ല. ഒരാൾ ജിം അല്ല, ഫുട്ബോൾ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ എടുത്തു. ഞാൻ നന്ദിത്തനെ പിക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം നന്ദിത്ത മിക്കപ്പോഴും ചോദിക്കും പഴം ഉണ്ടോന്നാണ്. ഞാൻ 2 കഴിക്കും, അയാൾക്ക് 1 കൊടുക്കും. നല്ല രസമുള്ള ഹെയർ സ്റ്റൈൽ. താങ്ക്സ്. ഓക്കെ, ബേബി സൂക്ഷിച്ചു പോകണം, വേഗം വരണം. എവിടെയാണ് നിങ്ങളുടെ ഇത്? മണ്ണന്തല. അയ്യോ, ദാറ്റ്സ് വെരി ഫാർ. പെട്ടെന്ന് വരണേ. ബൈ. ഞാൻ ഇഷാനിയോട് പറയുമായിരുന്നേ, കുറേ നാൾ ഈ കണ്ണിൻ്റെ റെസ്റ്റും പിന്നെ ഇടയ്ക്ക് കുറച്ച് വയ്യാതെയൊക്കെ ആയിട്ട് കുറേ നാൾ ഇഷാനി വീട്ടിൽ തന്നെ ആയിരുന്നു, അങ്ങനെ എവിടെയും പോകുന്നത്. അപ്പോൾ സോ യൂസ് ടു സീയിങ് ഇഷാനി അറ്റ് ഹോം ഓൾ ദ ടൈം. മറ്റേ ഇഷാനിയൊക്കെ പുറത്ത് ഏത് പിള്ളേർ ഡ്രൈവ് ചെയ്ത് പുറത്ത് പോയാലും അവരെങ്കിൽ തിരിച്ചെത്തുന്നവർ. ഐ എം ഓൾവേസ് ടെൻസ്ഡ്. ഐ തിങ്ക് മോസ്റ്റ് മദേഴ്സ് ആർ ദാറ്റ് വേ. ഐ എം ഓൾസോ വെരി ടെൻസ്ഡ്. എത്തുമ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടാൻ പറയും, അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടാൻ പറയും. ഐ എം ഓൾവേസ് വറീഡ്. അപ്പം ഞാൻ ഇഷാനി, ഇഷാനി വയ്യാതെ കുറേ ദിവസം കൊണ്ടുണ്ടത്. അപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടത്. എപ്പം നോക്കിയാലും ഇഷാനി ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നത് കാണാമല്ലോ. ഇനി വീണ്ടും തുടങ്ങി ഫുട്ബോളും ജിമ്മും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇഷാനിയോട് പറയാം, അമ്മ യു ഷുഡ് ബി സോ പോസസീവ് ലൈക്ക് ദിസ്. ഐ ഷുഡൻ ബി, ബട്ട് ഐ ആം വാട്ട് ടു ഡു, ദാറ്റ്സ് ഹൗ ഐ ആം. അമ്മ പോയിരിക്കുന്ന ഇവിടുത്തെ തൊട്ടടുത്താണ്, വളരെ അടുത്താണ്. സോ എനിക്ക് വലിയ ടെൻഷനില്ല. ഇഷാനി പോകുന്ന കുറച്ചങ്ങോട്ട് പോകണം. പക്ഷെ എന്നാലും കൂടെ അവളുടെ ഫ്രണ്ട് ഉണ്ട്. അവളിപ്പോൾ അവളുടെ ഫ്രണ്ട്, അവളുടെ ട്വിൻസിൽ ഒരാൾ അവളുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി പോയിരുന്ന് കുളിക്കട്ടെ. ഇത് കണ്ടിട്ട് എനിക്കൊരു ഗോവയാണ് തോന്നുന്നുണ്ടോ. ഗോവയിൽ ഇങ്ങനെ കുറേ പാടം, ഭയങ്കര കുറേ പച്ചപ്പ്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ Airbnb നോക്കി ബുക്ക് ചെയ്തത് തന്നെ അതിന് ഇങ്ങനെ ഒരു ഗ്രീൻ വ്യൂ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഇങ്ങനെ രാവിലെ വന്നിരിക്കുമ്പോൾ സപ്ലൈസ് കൊടുക്കാനായിട്ട് വലിയ ബൾക്കായിട്ട് രണ്ടുപേരും ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റിന് പോയി. കുറേ നാളിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഗാർഡനേഴ്സ് വന്നു. സ്ഥിരം വരുന്ന ആൾക്കാരല്ല, പുതിയ ആൾക്കാർ. പണ്ടെപ്പോഴും വന്നിട്ടുണ്ടല്ലോ ഒരാൾ. ഞാൻ പോയി അവർക്ക് പറഞ്ഞു കൊടുത്തു. എനിക്ക് എപ്പോഴും ഗാർഡനേഴ്സ് കിച്ചു ഉള്ളപ്പോൾ വരുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ കിച്ചു വന്നു കഴിഞ്ഞിട്ട് അതെന്താ ഇതെന്താ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ. കുറേ റംബൂട്ടാൻ്റെ അപ്പുറത്ത് അവരുടെ ഒരു ഷീറ്റ് ഇട്ടിരുന്നതിൻ്റെ മുകളിൽ കാക്ക കൊത്തിയിട്ട് റംബൂട്ടാൻ്റെ കുരുവെല്ലാം പൊടിച്ച് എത്ര തൈയാണെന്നോ, ഇഷ്ടം പോലെ തൈ നിൽക്കുന്നു. വലിയ പറമ്പൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ എല്ലാം കൊണ്ടങ്ങ് നടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ആയെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റോപ്പ് ദിസ് ഇയർ. ആൻഡ് ഈ എപ്പോഴും നമ്മളിപ്പോൾ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഇറ്റ് ഫീൽസ് അതിൻ്റെ ഒരു ശരിക്കുള്ള എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മളങ്ങോട്ട് മനസ്സിലാലോചിക്കുമല്ലോ. ലൈക്ക് ഇറ്റ് ഇസ് റിയലി സാഡ്. ആൻഡ് കേരളത്തിൽ ആക്ച്വലി ഒരുപാട് ഈ നാച്ചുറൽ കലാമിറ്റീസ് അധികം ഹിറ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ് അല്ലായിരുന്നു. നമുക്ക് പണ്ട് ആ ഒരു
വെള്ളപ്പൊക്കത്തിൻ്റെ അത് വന്നപ്പോഴും അതൊരു 100% നാച്ചുറൽ കലാമിറ്റിയേക്കാൾ ചെറിയൊരു മാൻമെയ്ഡും ഒരു എററും അവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത്തവണ സംഭവിച്ചിരിക്കുന്ന ഒരു ഭയങ്കര ഒരു നാച്ചുറൽ കലാമിറ്റി തന്നെയാണ്. ആൻഡ് റിയലി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ. ലൈക്ക് ഇറ്റ്സ് സോ സാഡ്. ഈ ഓരോ സർവൈവേഴ്സിന് എങ്ങനെയാണ് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുന്നത്, ഐ ഡോണ്ട് നോ. ലൈക്ക് അവിടെ എനിക്ക് ഉറപ്പാണ് ലൈക്ക് കേരളം, ഓൾ ദ പീപ്പിൾ ഓഫ് കേരള വിൽ സ്റ്റേ വിത്ത് ദം ആൻഡ് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമുക്കും എല്ലാവർക്കും നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് വി ഹാവ് ടു സപ്പോർട്ട് ദീസ് പീപ്പിൾ സോ ദാറ്റ് ദേ ഗെറ്റ് ബാക്ക് ടു ദ നോർമൽ ലൈഫ്. ഒരിക്കലും പഴയതുപോലെ ആവില്ല, എന്നാലും മാക്സിമം അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ലെറ്റ്സ് ടേക്ക് ആൻ എഫേർട്ട് ടു സപ്പോർട്ട് ദം. ഹൻസുവിനോടൊക്കെ കോളേജിൽ നിന്ന് പറഞ്ഞേക്കുകയാണ് ടു ഗെറ്റ് സപ്ലൈസ്, അല്ലാതെ പൈസയല്ല, സാധനങ്ങൾ കൊണ്ടുവരാൻ. അതും എടുത്തു പറഞ്ഞ ക്ലോത്ത്സൊക്കെ, പുതിയ ക്ലോത്ത്സ് കൊണ്ടുവരണം, മെഡിസിൻസ്, സാനിറ്ററി നാപ്കിൻസ്, അതുപോലത്തെ സാധനങ്ങൾ മാക്സിമം കൊണ്ടുവരണം എന്ന് പറഞ്ഞേക്കോ. അപ്പം അപ്പോൾ അൻസുവിനോട് പറഞ്ഞു പുതിയ ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാച്ചുറലി ഈ പ്രശ്നത്തിലായി വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ആരുടെയും പഴയ ഡ്രസ്സല്ലല്ലോ എത്തിച്ചു കൊടുക്കണം. വി ഹാവ് ടു ഗെറ്റ് ന്യൂ ക്ലോത്ത്സ് ആൻഡ് അവർക്കെല്ലാം പുതിയ സാധനങ്ങൾ തന്നെ, നല്ല സാധനങ്ങൾ, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ നമ്മൾ വാങ്ങി അതുപോലത്തെ സപ്ലൈസ് നമുക്ക് പറ്റുന്നിടത്തോളം എത്തിച്ചു കൊടുക്കണം. ഇറ്റ്സ് ഓൾ ലൈക്ക് പ്രേ ഫോർ ദം ആൻഡ് അവരുടെ എല്ലാവരുടെയും സങ്കടത്തിൽ നമുക്കും പങ്കുചേരാം. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ജസ്റ്റ് എൻഡ് ദിസ് വീഡിയോ ഹിയർ. ആൻഡ് ഇന്നലെ മറ്റോ അമ്മുവിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുറേ പേര് നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇതിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ജസ്റ്റ് ഗിവ് എ സ്മോൾ എക്സ്പ്ലനേഷൻ. ഇന്നലെയൊക്കെ അമ്മ ഇട്ടത് ഒരു പോൺസിൻ്റെ ഒരു കൊളാബറേഷൻ വീഡിയോ ആണ്. ആൻഡ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഇതുപോലെയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒരു ഇന്ന ദിവസത്തേക്ക് വേണ്ടി അത് ഷെഡ്യൂൾ ചെയ്തേക്കണം. സ്കെഡ്യൂൾ എന്നാണ്, പക്ഷേ നമുക്ക് കോളിങ് ഷെഡ്യൂൾ അല്ലേ, ഷെഡ്യൂൾ ചെയ്തേക്കണം. അപ്പോൾ ഇന്ന ദിവസം ജൂലൈ 31 വൈകുന്നേരം 4 മണിക്ക് ഇത് ഇറ്റ് ഹാസ് ടു ഗോ ലൈവ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ലൈവ് ദാറ്റ് ഡേ. അല്ലാതെ നമുക്കിപ്പോൾ പറ്റത്തില്ല പറയാൻ, അയ്യോ നോ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ, ഞാൻ എടുക്കുന്ന ഒരു കൊളാബറേഷൻ വീഡിയോ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇറ്റ് ഹാസ് ടു ഗോ ലൈവ് അറ്റ് 5 o'clock എന്ന് നമ്മൾ വാക്ക് കൊടുത്ത് വി ഗോട്ട് ആ പേയ്മെൻറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ഇന്ന് ഞാൻ വീട് എൻ്റെ കാലൊടുങ്ങി എനിക്കിപ്പോൾ എണീറ്റ് നിൽക്കാൻ വയ്യാത്തൊരു അസുഖമാണെങ്കിൽ പോലും ഐ ഹാവ് ടു അപ്ലോഡ് മൈ വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചിരിച്ചും കളിച്ചും ഇരിക്കുന്നതായിരിക്കാം അതിൽ. ബട്ട് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ആ ജോബ്, നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത് കാണുമ്പോൾ നമുക്ക് ദുഃഖമില്ല എന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചേക്കുന്നതൊക്കെ പലപ്പോഴും ഇറ്റ് ഹാസ് ടു ഗോ. സീ ഈ എത്ര സങ്കടമുള്ള ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ നമ്മുടെയൊക്കെ ഇതിൻ്റെ താഴെ. അപ്പോൾ നിങ്ങളും സോഷ്യൽ മീഡിയയിൽ കയറുന്നുണ്ട്, യു ആർ ഓൾ വാച്ചിങ് വീഡിയോസ് അല്ലേ. നമ്മുടെ ചുറ്റും ഇതുപോലെയൊക്കെ നടക്കുമ്പോൾ വി ഡു എംപത്തൈസ് വിത്ത് ദം. നമ്മുടെ വീട്ടിലെ സ്വന്തം ആൾക്കാർക്ക് പറ്റുന്ന പോലത്തെ തന്നെ ഒരു സങ്കടം നമുക്ക് അവരോടുണ്ട്. ആലോചിക്കുമ്പോൾ വി ആർ ഓൾസോ ഫീലിംഗ് വെരി വെരി ബാഡ് അബൌട്ട് ഇറ്റ്. ഫുൾ ടൈം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒന്നും ഇടാതെ ഓൾ ദ ടൈം ഓൾ ഓഫ് us ആർ വാച്ചിങ് ദ ന്യൂസ്. അതാണ് എല്ലാവരും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലൈഫ് ഹാസ് ടു ഗോ ഓൺ. ഇപ്പോൾ ഇത് നടക്കുന്നു എന്താ ഒന്നും നടക്കുന്നില്ല. എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാം നോർമലായിട്ട് നടക്കും. നമുക്കൊക്കെ ചെയ്യാൻ പറ്റും എന്താ, ഈ സഫർ ചെയ്ത ആൾക്കാർക്ക് തിരിച്ച് നോർമൽസിയിലോട്ട് വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. തിങ്ക് ഓഫ് ദാറ്റ് ആൻഡ് ലെറ്റ്സ് ഹെൽപ്പ് ദം മാക്സിമം വാട്ട് വി ക്യാൻ. നമ്മുടെ ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ച് ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് വൺ ഓഫ് ദം നമുക്ക് പറ്റുന്ന രീതിയിൽ. സോ ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.